കനൽ വഴികൾ. കഥാരചന ഉമ്മു ഫർഹത്ത്. അവതരണം ഷാജഹാൻ ചളിക്കോട്. എടാ, അവളെ ഒഴിവാക്കി വേറൊരു കല്യാണം കഴിക്കാൻ നിന്നോട് എത്ര കാലമായി ഞാൻ പറയുന്നു. പ്രസവിക്കാൻ കഴിയാത്ത ഈ മച്ചിയെ ചുമക്കേണ്ട കാര്യമൊന്നും എൻ്റെ മോനില്ല. ഇനിയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നീ. ഉമ്മയുടെ വാക്കുകൾ കേട്ട് അനസ് ഒന്നും മിണ്ടിയില്ല. അത് പുതിയൊരു സംഭവമൊന്നുമല്ല. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. അതിൽ 9 വർഷവും ഏതാണ്ട് ഇതേ വാക്കുകൾ തന്നെയാണ് ഉമ്മയിൽ നിന്ന് അവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അതേ വാക്കുകൾ കുറച്ചുകൂടി മൂർച്ചയോടെ, ചിലപ്പോൾ കണ്ണീരായി, ചിലപ്പോൾ ഉപദേശമെന്ന പേരിൽ. പക്ഷേ അർത്ഥം ഒന്നു തന്നെ. നാജിയയെ ഒഴിവാക്കണം. അവളെ ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കണം. അവനൊരു കുഞ്ഞ് വേണം. അതായിരുന്നു ഉമ്മയുടെ മനസ്സിലുള്ള ഏക ചിന്ത. അനസ് ഉമ്മയെ ഒന്ന് നിസ്സംഗമായി നോക്കി. ഉമ്മ, നാജിയ എൻ്റെ ഭാര്യയാണ്. അവളെ ഉപേക്ഷിച്ച് വേറൊരു ജീവിതം എനിക്ക് വേണ്ട എന്ന് പലപ്പോഴും ഞാൻ പറയുന്നതല്ലേ. ഉമ്മ എത്ര പറഞ്ഞാലും അതിലൊരു മാറ്റവുമില്ല. നിനക്കിപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ലടാ. 10 വർഷമായി. 10 വർഷം ഒരു കുഞ്ഞിനെപ്പോലും തരാൻ കഴിയാത്ത ഈ പെണ്ണിന് വേണ്ടി നീ നിന്റെ ജീവിതം കളയുകയാണ്. ഉമ്മയുടെ ശബ്ദം ഒന്നുകൂടെ ഉയർന്നു. അടുത്ത മുറിയിൽ നിന്നിരുന്ന നാജിയയുടെ ഉള്ളം വിറച്ചു. അവൾ വാതിലിന് പിന്നിൽ നിന്നുകൊണ്ട് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഈ വാക്കുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നാലും ഓരോ തവണ കേൾക്കുമ്പോഴും സങ്കടം വരും. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം മുതൽ തന്നെ ഉമ്മയ്ക്ക് അവളോട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള പെണ്ണായിരുന്നു നാജിയ. വലിയ സ്ത്രീധനമൊന്നും അവൾ കൊണ്ടുവന്നിട്ടില്ല. കയറി ചെല്ലാൻ വലിയ വീടുമില്ല. വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്നത് മനസ്സു നിറയെ പ്രതീക്ഷകളും ഒരു പിടി സ്വപ്നങ്ങളും മാത്രമായിരുന്നു. പക്ഷേ നാജിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവളുടെ സ്വഭാവമായിരുന്നു. ആരെന്ത് തന്നെ വഴക്ക് പറഞ്ഞാലും തിരിച്ചൊന്നും മറുപടി പറയില്ല. വായിൽ കൈയിട്ടാൽ കടിക്കില്ല എന്ന് പറയാറില്ലേ, അതുപോലൊരു പച്ചപ്പാപം പെണ്ണ്. ആരോടും ശബ്ദമുയർത്തില്ല. വേദനിച്ചാലും മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കും. കരയേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് കരയും. ഉമ്മ എന്ത് പറഞ്ഞാലും തലകുനിച്ച് കേട്ടുനിൽക്കും. അതുകൊണ്ട് തന്നെ അവളെ കൂടുതൽ എളുപ്പത്തിൽ വേദനിപ്പിക്കാമെന്ന് ഉമ്മക്ക് തോന്നിയിരുന്നോ എന്നറിയില്ല. ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നാനാ ഭാഗത്തു നിന്നും വരാൻ തുടങ്ങി. എപ്പോഴാണ് നല്ലൊരു വാർത്ത കേൾക്കുന്നത്? എന്താ ഇത്ര വൈകുന്നത്? ഡോക്ടറെ കാണിച്ചോ? ആർക്കാ കുഴപ്പം? ആദ്യമൊക്കെ നാജിയ ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞുമാറി. പിന്നീട് ആശുപത്രികളും പരിശോധനകളും മരുന്നുകളുമായി അവരും നടന്നു. അങ്ങനെ ഒരു ദിവസം അവർക്ക് മുന്നിൽ ആ സത്യം വന്നു. നാജിയക്ക് ഒരിക്കലും ഗർഭം ധരിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ നാജിയയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ അനസിൻ്റെ കൈ മുറുകെ പിടിച്ചു. ഇക്ക, എന്താ മുത്തേ, എന്നെ ഇക്ക ഉപേക്ഷിക്കുമോ? അവൻ അവളെ നോക്കി. അവളുടെ കണ്ണുകളിലുണ്ടായിരുന്ന പേടി കണ്ടപ്പോൾ അവൻ്റെ നെഞ്ച് തകർന്നുപോയി. എന്തിനാ നീ അങ്ങനെ പറയുന്നത്? നമുക്ക് കുഞ്ഞുണ്ടാവില്ലല്ലോ. അവൻ അവളുടെ കൈ തൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചു. എനിക്ക് നീയുണ്ടല്ലോ, പിന്നെന്തിനാ വേറൊരു കുഞ്ഞ്? അന്നവൻ പറഞ്ഞ ആ വാക്കുകൾ നാജിയയുടെ ഉള്ളം തണുപ്പിച്ചു. ആ പരിശോധനാ റിപ്പോർട്ട് അറിഞ്ഞതോടെ നാജിയോടുള്ള അവരുടെ വെറുപ്പ് 10 മടങ്ങായി വർദ്ധിച്ചു. എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിനക്കിവിടെ സുഖമായി കഴിയാമല്ലോ. ഒരു കുഞ്ഞിനെപ്പോലും തരാൻ കഴിയാത്ത പെണ്ണ്, ഇവളെ ചുമന്നിട്ട് എൻ്റെ മോൻ എന്ത് കിട്ടാനാണ്? ഓരോ വാക്കും നാജിയയുടെ ഹൃദയത്തിലേക്ക് കടാര കുത്തിയിറക്കിയതുപോലെ മുറിവുകളുണ്ടാക്കി. അതിൽ നിന്നും ചോരയൊലിച്ചു. അവൾ പല രാത്രികളിലും രാവ് പുലരുവോളം കിടന്നു കരഞ്ഞു. അനസതറിയാത്തതല്ല. അവളുടെ ഓരോ കണ്ണുനീരും അവൻ്റെ ഹൃദയത്തിൽ വീഴുന്നുണ്ടായിരുന്നു. അവസാനം അവൻ തീരുമാനിച്ചു, നാജി, നമുക്കിവിടെ നിന്ന് താമസം മാറാം. എങ്ങോട്ട്? നമ്മൾക്ക് സ്വന്തമായി ഒരു വീടെടുക്കാം. ഉമ്മ? ഉമ്മക്ക് ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. ഉമ്മയെ ഞാൻ വന്ന് നോക്കുകയും ചെയ്യും. പക്ഷേ നിനക്ക് ഇങ്ങനെ ദിവസവും കരയേണ്ടി വരുന്നത് എനിക്ക് കാണാൻ വയ്യ, സഹിക്കാൻ വയ്യ. അങ്ങനെ അവർ അവൻ്റെ സമ്പാദ്യം അനുസരിച്ചുള്ള ചെറിയൊരു വീട് വാങ്ങി ആ വീട്ടിലേക്ക് താമസം മാറി. അതും ഉമ്മ വലിയ പ്രശ്നമാക്കിയെങ്കിലും അനസത് മൈൻഡ് ചെയ്തില്ല. ആ വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ നാജിയക്ക് അവിടെ സമാധാനമുണ്ടായിരുന്നു. അനസിനവിടെ സന്തോഷമുണ്ടായിരുന്നു. രാത്രികളിൽ ഉമ്മറത്തിരുന്ന് അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഒരുപാട് നേരം സംസാരിക്കും. ചെറിയ കാര്യങ്ങൾ പോലും പരസ്പരം പങ്കുവയ്ക്കും. കഴിക്കാൻ ഇഷ്ടമുള്ളതുണ്ടാക്കി നാജിയ അനസിനെ കാത്തിരിക്കും. അവരുടെ ലോകം ചെറുതായിരുന്നു, പക്ഷേ അതിൽ സ്നേഹം നിറഞ്ഞിരുന്നു. അനസിൻ്റെ ജീവനായിരുന്നു നാജിയ, അവൾക്ക് തിരിച്ചും. എങ്കിലും ആ സമാധാനത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഇടയ്ക്കൊക്കെ ഉമ്മ ആ വീട്ടിലേക്കും കടന്നു വരും. വരുന്ന ദിവസങ്ങൾ നാജിയെ സംബന്ധിച്ച് ഒരു വർഷം മുഴുവൻ ദുഃഖിക്കാനുള്ള കാരണങ്ങൾ ഉമ്മ ഉണ്ടാക്കി വയ്ക്കും. പോകെ പോകെ ഉമ്മ വരുന്നത് മുൻകൂട്ടി അറിഞ്ഞ് അനസ് ആ ദിവസങ്ങളിൽ പലപ്പോഴും ജോലിക്ക് പോലും പോകാറില്ല.
ഉമ്മയുടെ വാക്കുകൾ നാജിയെ തകർക്കുമെന്ന് അവന് നന്നായി അറിയാം. അവൾ കരയുന്നത് കാണാൻ അവനൊരിക്കലും കഴിയില്ല. ഇന്നുമ്മ വീണ്ടും അതേ കാര്യം പറഞ്ഞുകൊണ്ട് വന്നതാണ്. എടാ, ഇനിയും എത്ര കാലം ഇങ്ങനെ നീ ജീവിക്കും? അനസ് മിണ്ടാതെ നിന്നു. ഒരു കുഞ്ഞ് വേണമെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കണം, അത്രയേയുള്ളൂ. ഇതിലെന്താ ഇത്ര വലിയ പ്രശ്നം? അനസ് പതുക്കെ പറഞ്ഞു. ഉമ്മ, എനിക്ക് മറ്റൊരു വിവാഹം വേണ്ട. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ എൻ്റെ വയസ്സായ കണ്ണിനൊരു പേരക്കുട്ടിയെ കാണണമെന്ന ആഗ്രഹമില്ലേ? എനിക്ക് നാജിയെ നഷ്ടപ്പെടുത്തി കിട്ടുന്ന കുഞ്ഞ് വേണ്ട. ഉമ്മാക്ക് വേറെ പേരക്കുട്ടികളുണ്ടല്ലോ, അത് മതി. ആ വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മ മുഖം തിരിച്ചു. നീ എന്ത് ചെയ്താലും വേണ്ടിയില്ല, എനിക്കിനി ഒന്നും പറയാനില്ല. എന്നിട്ട് നാജിയെക്കുറിച്ച് കുറെ കുത്തുവാക്കുകൾ പറഞ്ഞും പ്രാഗിയും ഉമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വീണ്ടും ആ വീട്ടിൽ നിശബ്ദത പരന്നു. നാജിയ കസേരയിലിരുന്ന് കരയുകയായിരുന്നു. മുഖം മുഴുവൻ കണ്ണുനീരിൽ കുതിർന്നിട്ടുണ്ട്, ചുവന്നു വീങ്ങിയിട്ടുണ്ട്. അനസ് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. നാജി, അവൾ വിളി കേട്ടില്ല. അവൻ അവളുടെ തോളിൽ കൈവച്ചു. അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണു പൊട്ടിക്കരഞ്ഞു. എനിക്കിനിയും വയ്യ ഇക്ക. അവളുടെ ശബ്ദം വിറച്ചു. എനിക്ക് ഇക്കാനെ വിട്ടുകൊടുക്കാനും വയ്യ, ഇക്കാൻ്റെ ഉമ്മയെ വിഷമിപ്പിക്കാനും വയ്യ. നീ ആരെയും വിഷമിപ്പിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ? പക്ഷേ ഞാൻ കാരണം ഇക്കാക്ക് കുഞ്ഞില്ല, ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കാൻ കഴിഞ്ഞില്ല. അനസ് അവളുടെ മുഖം കൈകളിലെടുത്തു. ഇങ്ങനെ നീ ഒരിക്കലും പറയരുത്. പക്ഷേ ഇക്ക, നീ എൻ്റെ ജീവൻ്റെ പാതിയാണ്, എൻ്റെ ജീവിതമാണ്. കുഞ്ഞുണ്ടായില്ല എന്നൊരു കാരണത്താൽ നീ എനിക്കൊരിക്കലും മോശമല്ല. അവൾ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി. അന്ന് കുറേ നേരം അവൻ അവളെ ചേർത്തു പിടിച്ചിരുന്നു. പക്ഷേ അടുത്ത ദിവസം അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ചോദ്യം തന്നെ നാജിയ ചോദിച്ചു. ഇക്ക, ഞാനൊരു കാര്യം പറഞ്ഞ ഇക്ക കേൾക്കുമോ? അനസ് സ്നേഹത്തോടെ അവളുടെ തലമുടിയിൽ പതുക്കെ തലോടി. എന്താ മുത്തേ? അവൾ കുറച്ചുനേരം മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു തുടങ്ങി. ഇക്ക മറ്റൊരു വിവാഹം കഴിക്കുമോ? അനസിൻ്റെ കൈ ഒരു നിമിഷം ചലിക്കാതെ നിന്നു. നാജി, എനിക്കും ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കാൻ എത്ര കൊതിയുണ്ടെന്ന് ഇക്കാക്ക് അറിയുമോ? നീ എന്തൊക്കെയായി പറയുന്നത്? എൻ്റെ ആഗ്രഹം ഇക്ക സാധിപ്പിച്ചു തരുമോ ഇല്ലേ? എനിക്കിപ്പോൾ അറിയണം. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കതിന് കഴിയുമോ നാജി? എന്തുകൊണ്ട് കഴിയില്ല? മറ്റൊരു വിവാഹം കഴിച്ചാൽ തന്നെ കുഞ്ഞുണ്ടാകുമെന്ന് എന്താ ഉറപ്പ്? പിന്നെ മറ്റൊരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്കൊരിക്കലും കഴിയില്ല. അവൻ തലകുനിച്ചു. എനിക്ക് നീയും നിനക്ക് ഞാനും മതി പെണ്ണേ, അത് മതി. പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൻ്റെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. അത് കണ്ടപ്പോൾ നാജിയയുടെ ഹൃദയം ഒന്ന് വിങ്ങിപ്പിടഞ്ഞു. അവൻ മറ്റൊരു വിവാഹം ഒരിക്കലും ആഗ്രഹിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ അവൾ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. അനസിനൊരു കുഞ്ഞ് വേണം. അവൻ സമ്മതിച്ചില്ലെങ്കിലും എങ്ങനെയെങ്കിലും ആ ആഗ്രഹം സാധിപ്പിക്കണമെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. അടുത്ത ദിവസം തന്നെ അവൾ ബ്രോക്കർ ഹൈദർക്കായെ കണ്ടു. നാജിയയുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ അയാൾ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. മോളെ, നീ ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത്? അതേ ഹൈദർക്ക. നിന്റെ ഭർത്താവിന് സമ്മതമാണോ? അല്ല. പിന്നെ ഞാൻ എങ്ങനെയാലും സമ്മതിപ്പിക്കും. ഹൈദർക്ക നാജിയെ നോക്കി. നിന്നെപ്പോലൊരു പെണ്ണിനെ വാക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ അയാൾ ഒന്ന് നെടുവീർപ്പിട്ടു. ശരി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഹൈദർക്ക വീണ്ടും അവളെ തേടി വന്നു. മോളെ, നീ എന്ന് പറഞ്ഞ കാര്യത്തിന് പറ്റിയ ഒരു പെൺകുട്ടിയുണ്ട്. നാജിയ ആകാംക്ഷയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അതൊരു വിധവയാണ്, 3 കുട്ടികളുണ്ട്. പാവപ്പെട്ട കുടുംബമാണ്. അവൾക്കും കുട്ടികൾക്കും ഒരു സംരക്ഷണം വേണം. അയാൾ നിമിഷം നിശബ്ദനായി. അനസിൻ്റെയും നിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നാജിയെ ഒഴിവാക്കിയുള്ള വിവാഹമല്ലെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ സമ്മതിച്ചത്. നാജിയയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ കുട്ടിയുടെ പേരെന്തായിരുന്നു? സഫിയ. ഹൈദർക്ക അവളുടെ ഫോൺ നമ്പർ നാജിയക്ക് നൽകി. അന്നു തന്നെ നാജിയ സഫിയയെ വിളിച്ചു. ഹലോ, സഫിയയാണോ? അതെ, ഞാൻ നാജിയ. അപ്പുറത്ത് കുറച്ചുനേരം നിശബ്ദത പടർന്നു. പിന്നെ സഫിയ സംസാരിച്ചു തുടങ്ങി. ഹൈദർക്ക പറഞ്ഞിരുന്നു. നാജിയ സഫിയയോട് തൻ്റെ കഥ പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കെ അവളുടെ ശബ്ദം പലതവണ വിടറി. അപ്പുറത്ത് സഫിയയും കരയുകയായിരുന്നു. ഇത്താ, എന്താ? നിങ്ങൾ ഇത്രയും കാലം എങ്ങനെ സഹിച്ചു? അതെ, നിങ്ങൾ കുഞ്ഞിനെ വേണമല്ലേ? നാജിയയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരുപാട് ആഗ്രഹമുണ്ട്. സഫിയ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. എങ്കിൽ ഞാൻ തയ്യാറാണ്. നാജിയക്ക് ഒന്നും പറയാനായില്ല. പക്ഷേ എൻ്റെ കുട്ടികൾ, അവരും എൻ്റെ കുട്ടികളായിരിക്കും. നാജിയയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ സഫിയയും സങ്കടം കൊണ്ട് കരഞ്ഞുപോയി. എന്നാൽ യഥാർത്ഥ പ്രശ്നം അനസായിരുന്നു. അവൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. നാജി, നീ എന്തൊക്കെയായി ചെയ്യുന്നത്? ഇക്കാ, എനിക്ക് വിവാഹം വേണ്ട.
എനിക്ക് വേണം. നിനക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ നീ പറയുന്ന കാര്യം എനിക്ക് ചെയ്യാൻ കഴിയില്ല. നീ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവനാകെ നിസ്സഹായനായി നിന്നു. ദിവസങ്ങൾ കടന്നുപോയി. നാജിയ കുറേ കരഞ്ഞ് പിണങ്ങി നിന്നു. ഭക്ഷണം പോലും കഴിക്കാതെ പട്ടിണി കിടന്നു. ഇക്ക, എൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ കഴിയില്ല. പക്ഷേ ആ കുഞ്ഞിനെ പോറ്റി വളർത്താനെങ്കിലും എനിക്ക് കഴിയില്ലേ? അവസാനം അവളുടെ കണ്ണുനീർ കണ്ടും അവളുടെ പിടിവാശി കണ്ടും അനസ് തളർന്നു. ശരി, അവൻ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചു. പക്ഷേ ഒരു കാര്യം, എല്ലാം നിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. നാജിയ കരഞ്ഞുകൊണ്ട് അവൻ്റെ കൈ പിടിച്ചു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഇക്കാൻ്റെ സമ്മതം മാത്രം മതി. വിവരമറിഞ്ഞതോടെ അനസിൻ്റെ ഉമ്മ വീണ്ടും എത്തി. ഇത്തവണ അവരുടെ കോപത്തിന് അതിരില്ലായിരുന്നു. ഇതെന്താ നിങ്ങൾ കാണിക്കുന്നത്? ഉമ്മ, ആ പെണ്ണിനെ ഒഴിവാക്കാതെ മറ്റൊരു വിവാഹം, അതെന്ത് വിവാഹമാണ്? അനസ് ശാന്തമായി പറഞ്ഞു. ഉമ്മ, നാജിയ എൻ്റെ ഭാര്യയാണ്. അവൾ ഇവിടെ തന്നെ ഉണ്ടാകും. എനിക്ക് പേരക്കുട്ടി വേണം. കുഞ്ഞിനെ പഠിച്ചവൻ സഹായിച്ചാൽ നമുക്ക് കിട്ടും. പക്ഷേ അവളെ കൂടെ വെച്ചുകൊണ്ടാണോ ഇതൊക്കെ നടക്കുന്നത്? അതെ, അതിനെന്താ കുഴപ്പം? ഒരുപാട് പറഞ്ഞിട്ടും അനസിൻ്റെയും നാജിയയുടെയും തീരുമാനം മാറിയില്ല. അവസാനം ഉമ്മ എപ്പോഴത്തെ പോലെയും നാജിയെ കുറേ പ്രാഗിക്കൊണ്ട് അവിടെ നിന്നിറങ്ങിപ്പോയി. അങ്ങനെ വളരെ ചെറിയ രീതിയിൽ അനസിൻ്റെയും സഫിയയുടെയും നിക്കാഹ് നടന്നു. വലിയ ആഘോഷങ്ങളൊന്നുമില്ല. എന്നാൽ ആ വിവാഹത്തിൻ്റെ പിന്നിൽ 3 ജീവിതങ്ങളുടെ വേദനയും ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെ നാജിയ മുൻകൈയെടുത്ത് ഒരു വീട് വാങ്ങി. അവർ ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞവർ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയിരുന്നു. ഇനി നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. സഫിയ അമ്പരന്നു. നാജിയ അവളുടെ കൈ പിടിച്ചു. ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആ വാക്ക് സഫിയയുടെ കണ്ണുകൾ നിറച്ചു. അവളുടെ കുട്ടികൾ പതുക്കെ നാജിയോടടുക്കാൻ തുടങ്ങി. 4 വയസ്സുള്ള ഇരട്ട ആൺകുട്ടികൾ, 6 വയസ്സുള്ള ഒരു പെൺകുട്ടി. അവർ ആദ്യം അവളെ നാജയിത്ത എന്ന് വിളിച്ചു. പിന്നീടത് നാജിമ്മ എന്നായി മാറി. ആ ഒരു വിളിയിൽ നാജിയയുടെ ഉള്ളിൽ വാത്സല്യം കവിഞ്ഞൊഴുകി. അവൾ അവർക്കായി ഭക്ഷണമുണ്ടാക്കി. അവരെ കുളിപ്പിച്ച് മുടി ചീകിക്കൊടുത്തു. പുതിയ വസ്ത്രങ്ങൾ എടുത്തു കൊടുത്തു. അവരുടെ കൂടെ കളിച്ചു. അവരുടെ കുഞ്ഞു വഴക്കുകൾ തീർത്തു. രാത്രിയിൽ കഥ പറഞ്ഞു കൊടുത്തു. അവളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ മാതൃത്വത്തിൻ്റെ ഒരു ഭാഗം ആ കുഞ്ഞുങ്ങൾ തിരികെ കൊണ്ടുവന്നു. അങ്ങനെ അനസ് ഒരു ദിവസം നാജിയയുടെ കൂടെയും അടുത്ത ദിവസം സഫിയയുടെ വീട്ടിലുമായി കഴിയാൻ തുടങ്ങി. സഫിയയുടെ വീട്ടിൽ അനസ് താമസിക്കുന്ന ദിവസം കുട്ടികൾ നാജിയയുടെ കൂടെ കിടക്കും. പലർക്കും മനസ്സിലാകാത്തൊരു ബന്ധമായിരുന്നു അത്. പക്ഷേ മൂവരും അതിനെ ഒരു ധാരണയോടെയും പരസ്പര ബഹുമാനത്തോടെയും മുന്നോട്ട് കൊണ്ടുപോയി. ഒരു ദിവസം സഫിയ പറഞ്ഞു, നാജിത്ത, നിങ്ങൾക്ക് വിഷമമില്ലേ? നാജിയ ചിരിച്ചു. എന്തിന്? അദ്ദേഹം എൻ്റെ കൂടെ കഴിയുമ്പോൾ. നാജിയ അവളുടെ കൈ പിടിച്ചു. എനിക്കെൻ്റെ ഇക്കാനെ നഷ്ടമായിട്ടില്ല സഫിയ. നീയും എന്നിൽ നിന്ന് ഒന്നും പിടിച്ചെടുത്തിട്ടില്ല. സഫിയയുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾ വലിയ മനസ്സുള്ള ആളാണ്. അല്ല, എനിക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയല്ലോ. അവൾ കുട്ടികളെ നോക്കി ചിരിച്ചു. കൃത്യം 2-ാം മാസം ആ സന്തോഷ വാർത്ത അവരെ തേടിയെത്തി. സഫിയ ഗർഭിണിയാണ്. അനസിനേക്കാൾ സന്തോഷിച്ചത് നാജിയയായിരുന്നു. സത്യമാണോ? സഫിയ ചിരിച്ചുകൊണ്ട് തലകുനിച്ചു. നാജിയയുടെ കണ്ണുകളിൽ ആനന്ദക്കണ്ണുനീർ നിറഞ്ഞു. അവൾ സഫിയയുടെ വയറിൽ കൈവച്ചു. എൻ്റെ കുഞ്ഞ്. ആ നിമിഷം മുതൽ സഫിയയുടെ ഗർഭകാലം നാജിയയുടേത് കൂടിയായി. സഫിയ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, ഡോക്ടറെ കാണേണ്ട ദിവസം, മരുന്ന് കഴിച്ചോ, വിശ്രമിച്ചോ, എല്ലാം നാജിയ നോക്കി. സഫിയ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നപ്പോൾ നാജിയ മനസ്സിൽ ചുമന്നു. സഫിയയുടെ കുട്ടികൾക്കും അവൾ തന്നെയായിരുന്നു എല്ലാം. നാജിമ്മ, വിശക്കുന്നു. നാജിമ്മ, കഥ പറയുമോ? അവളുടെ ജീവിതം നിറഞ്ഞു തുടങ്ങി. അവൾക്കൊരു കുഞ്ഞ് വയറ്റിലില്ലായിരുന്നെങ്കിലും അവളുടെ ഹൃദയത്തിൽ ഒരാൾ വളരുകയായിരുന്നു. 10-ാം മാസം സഫിയ പ്രസവിച്ചു. ഒരു പെൺകുഞ്ഞ്, അനസിനെ മുറിച്ചു വച്ചതുപോലെ കുഞ്ഞു മാലാക. വാർത്ത കേട്ട നിമിഷം നാജിയയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. മോളെ. കുഞ്ഞിനെ കണ്ടപ്പോൾ നാജിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ കുഞ്ഞിൻ്റെ നെറ്റിയിൽ പതുക്കെ ചുംബിച്ചു. എൻ്റെ ആയിഷ. സഫിയ അവളെ നോക്കി. ഇത്താ. എന്താ? മോളെ ആദ്യം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകണം. സഫിയ, ഞാൻ പ്രസവിച്ചു എന്നേ ഉള്ളൂ. ഇവൾ നിങ്ങളുടെ മോളാണ്. അവളൊരു പേപ്പർ എടുത്ത് അതിലെന്തോ എഴുതി ഒപ്പിട്ടു. നാജിയക്ക് നേരെ നീട്ടി. അത് വായിച്ചപ്പോൾ അവളുടെ കണ്ണുനീർ തടയാനായില്ല. നീ എന്തിനാ ഇത് ചെയ്തത്? ഇത്ത എനിക്ക് തന്ന സ്നേഹത്തിന് മുന്നിൽ ഇതൊന്നുമല്ല. നാജിയ സഫിയയെ ചേർത്ത് പിടിച്ചു. നീ എൻ്റെ സഹോദരിയാണ്. അങ്ങനെ കുഞ്ഞു ആയിഷ നാജിയയുടെ വീട്ടിലെത്തി. അവളെ കാത്ത് ഒരു പുതിയ ലോകം തന്നെ അവിടെ ഉണ്ടായിരുന്നു.
ചെറിയ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ നാജിയയുടെ വീട് ആദ്യമായി ശരിക്കും ഒരു വീടായി തോന്നി. അനസ് കുഞ്ഞിനെ കൈകളിലെടുത്തു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നാജി, എന്തായിക്ക, നമ്മുടെ മോളാണല്ലേ? നാജിയ ചിരിച്ചുകൊണ്ട് തലകുനിച്ചു. അതെ, നമ്മുടെ മോളാണ്. അവൻ്റെ ഉമ്മ കുഞ്ഞ് ജനിച്ച വിവരം അറിഞ്ഞിട്ടും വന്നില്ല. പക്ഷേ അനസിൻ്റെ സഹോദരങ്ങൾ എല്ലാവരും എത്തി. അവർക്കൊന്നും ഈ വിവാഹം ആദ്യം ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം നാജിയയെ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവളോട് ചെയ്തതെല്ലാം അവർക്ക് വേദനയായിരുന്നു. എങ്കിലും കുഞ്ഞിനെ കണ്ടപ്പോൾ അവരുടെ മനസ്സുകൾ മാറി. ഒരാൾ കുഞ്ഞിനെ എടുത്ത് ചിരിച്ചു. അനിയ, ഇത് നിന്നെപ്പോലെ തന്നെയുണ്ട്. അനസ് ചിരിച്ചു. നാജിയ കുറച്ചകലെ നിന്ന് അതെല്ലാം നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. പക്ഷേ ആ കണ്ണുനീർ സങ്കടത്തിൻ്റേതായിരുന്നില്ല. 10 വർഷം അവൾ കുത്തുവാക്കുകൾ കേട്ടു. 10 വർഷം അവൾ തൻ്റെ ഉള്ളിലെ മാതൃത്വം ഒളിപ്പിച്ചു. 10 വർഷം അവൾ കരഞ്ഞു. പക്ഷേ ഒടുവിൽ അവൾക്ക് കിട്ടിയത് ഒരു കുഞ്ഞിനെ മാത്രമായിരുന്നില്ല. 4 കുഞ്ഞുങ്ങളെയും, ഒരു കുടുംബത്തെയും, തന്നെ മനസ്സിലാക്കിയ ഒരു ഭർത്താവിനെയും, തന്നെ സഹോദരിയായി കണ്ട ഒരു സഫിയയെയും. അവളുടെ മടിയിൽ കിടന്നിരുന്ന ആയിഷ പതുക്കെ കണ്ണു തുറന്നു. ആ കുഞ്ഞു വിരലുകൾ കൊണ്ട് നാജിയുടെ വിരൽ മുറുക്കെ പിടിച്ചു. നാജിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മയാണേ മോളെ? അവൾ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. അപ്പുറത്ത് നിന്നുകൊണ്ട് സഫിയ പുഞ്ചിരിച്ചു. അവളുടെ 3 കുട്ടികളും ഓടി വന്ന് നാജിയെ ചുറ്റിപ്പറ്റി. നാജിമ്മ, എന്താ? കുഞ്ഞു ബേബി ഉറക്കമാണോ? നാജിയ ചിരിച്ചു. പതുക്കെ. അനസും സഫിയക്കൊപ്പം ആ കാഴ്ച നോക്കി നിന്നു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞു. ഒരിക്കൽ കുഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ തകർന്നുപോയ ആ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ ചിരി നിറഞ്ഞിരിക്കുന്നു. ഒരിക്കൽ അനാഥരായിരുന്ന 3 കുഞ്ഞുങ്ങൾക്ക് നാജിയ കാരണം ഒരു സ്നേഹമുള്ള കുടുംബം കിട്ടിയിരിക്കുന്നു. മാതൃത്വം നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ നാജിയക്ക് 4 കുഞ്ഞുങ്ങളുടെ നാജിമ്മ ആകാൻ കഴിഞ്ഞു. അവൾക്ക് സ്വന്തം ഗർഭത്തിൽ ഒരു കുഞ്ഞിനെ ചുമക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ 4 കുഞ്ഞുങ്ങളെ ഹൃദയത്തിൽ ചുമക്കാൻ അവൾക്ക് കഴിഞ്ഞു. അനസ് അവളുടെ അടുത്തേക്ക് വന്നു. നാജി, അവൾ തിരിഞ്ഞു നോക്കി. എന്തായിക്ക? അവൻ അവളുടെ നെറ്റിയിൽ പതുക്കെ ചുംബിച്ചു. നീ ഇല്ലായിരുന്നെങ്കിൽ ഈ വീട് ഒരിക്കലും ഇങ്ങനെ ഒരു സ്വർഗമാകുമായിരുന്നില്ല. നാജിയ ചിരിച്ചു. ഇക്ക, എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അവൾ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. എനിക്ക് കിട്ടിയതൊക്കെ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ഭാഗ്യവതിയാണെന്ന് തോന്നുന്നു. അനസ് അവളുടെ കൈ പിടിച്ചു. ആ വീട്ടിൽ അന്നാദ്യമായി നാജിയയുടെ ചിരി നിറഞ്ഞു നിന്നു. ഈ കഥ ഇവിടെ സമാപിക്കുന്നു. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. നന്ദി.